ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നോമ്പൊക്കെ എല്ലാവർക്കും റാഹത്തായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സുഖവും സമാധാനത്തോടു കൂടിയ ജീവിതം ഉണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ 8ാം നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് മല്ലി പൊടിച്ചതാണ്. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറ് കേടുന്നു കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറ് കേടുന്നപ്പോൾ ഇത് അധികം പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ മല്ലി ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴുകി ഉണക്കിയിട്ട് പൊടിച്ച് വെക്കലുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് അതിക്കുള്ള തേങ്ങ ചിരകിയെടുത്തതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ. ഓറഞ്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അതിക്ക് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കടി ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശ എടുക്കുന്ന സമയത്ത് എല്ലാവരും കുറേശ്ശെ തിന്നാൽ പിന്നെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത്താഴത്തിനും ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയേക്കട്ടെ. അപ്പോൾ അത്താഴത്തിന് നീച്ചിട്ട് ഉണ്ടാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നോമ്പെടുക്കുന്ന സമയത്ത് ജീരക കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ എന്നും എണ്ണക്കടികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജീരകക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മല്ലി പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ മല്ലി പൊടിച്ചിങ്ങാണ്ട് നമ്മൾ അരിയിലിട്ടിട്ട് ആദ്യം വേവിക്കണം. മല്ലിക്ക് വേവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അരിയിൽ ആദ്യം ഇടണം എന്നറിയും. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മല്ലി പൊടിച്ചാൽ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാറ് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ മിക്സിൻ്റെ ജാറ് ആദ്യം കേടുവന്നിട്ട് അടിയൊക്കെ പൊട്ടി കേടുവന്നിട്ട് ഇപ്പോൾ വേറെ വാങ്ങിയതായിരുന്നു. അപ്പോൾ നോമ്പ് രാവിലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരക്കലും അതുപോലെ ജീരകം പൊടിച്ചേക്കുക, കുരുമുളക്, അങ്ങനത്തെ സംഭവങ്ങൾ, ഏലക്കായി അങ്ങനത്തെ പൊടിച്ച് വെച്ചിട്ടാണ്. ഇപ്പോൾ ഷാറായിട്ട് ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റി. അപ്പോൾ ഇന്ന് മല്ലി പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് അടിയിലുണ്ട് പൊട്ടിപ്പോകുന്നുട്ടോ. അപ്പോൾ മല്ലി പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ തിളച്ച വെള്ളത്തിൽ കുറച്ച് പൊടിയാത്ത മല്ലി ഉണ്ടല്ലോ അത് ഇട്ടുവെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ അരക്കണ കൂട്ടത്തിൽ അതും കൂടി അരച്ചിങ്ങാണ്ട് കഞ്ഞി ഉണ്ടാക്കുക വെച്ചിട്ട്. അപ്പോൾ ഇത് പച്ചരി വെച്ചിട്ടാണ് ഞാൻ ജീരകക്കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ അരി വെച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ പച്ചരി വെച്ചിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോമ്പറക്കുന്ന സമയത്ത് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണത്തിനും എല്ലാത്തിനും നല്ലതാണ്. പിന്നെ മോള് ചെയ്യണ ഒരേ പണികളാണ് കേട്ടോ. അവളെ സ്റ്റൂളുകളൊക്കെ ഇവിടെ പരത്തിയിട്ട് സ്ഥലമേലും സ്റ്റൂളുമേലൊക്കെ കയറിയിട്ട് ചാടി കളിക്കുകയാണ്. അപ്പോൾ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് കുപ്പായിട് വീഡിയോ കോപ്പിറൈറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ നല്ല ഡാൻസ് വിട്ടതിനൊക്കെ കോപ്പിറൈറ്റാണ്. അപ്പോൾ ഇനി ഗൂഗിളിൽ പോയിട്ട് നമ്മളെ വോയിസ് സ്റ്റുഡിയോ കയറിയിട്ട് അതിൻ്റെ ഇതൊക്കെ മ്യൂസിക് മാറ്റാണ്ട് അപ്പോൾ കോപ്പിറൈറ്റൊക്കെ പോകട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യൽ എനിക്കറിയില്ല, മോനാണ് ചെയ്തരല്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി വരും. അപ്പോൾ കുപ്പായിടാതെ ഇങ്ങനെ കണ്ടഞ്ഞ് കോപ്പിറൈറ്റ് കിട്ടും എന്നൊക്കെ ഓൾക്ക് എന്ത് കോപ്പിറൈറ്റ് ആണ് പറയുന്നുണ്ട്. ഇതിൽ കുപ്പായിടാതെ പറ്റൂല, കുപ്പായ ഇട്ടിട്ട് വാന്ന് പറഞ്ഞിട്ട് ഓളൊന്നും കേൾക്കണില്ല. ഓൾ കുപ്പായ ഇട്ടെടുത്ത് അപ്പം തന്നെ ഉരുട്ടിട്ട് ഇപ്പോൾ ചൂടായ കാരണം അപ്പോൾ ദോശ ഉണ്ടാക്കി നിൽക്കുകയാണ്. അപ്പോൾ ദോശൻ്റെ ഇടയിൽ കൂടെ തന്നെ പച്ചരി എടുത്തുകൊണ്ട് കേൾക്കണമുണ്ട്. അപ്പോൾ ഇത് പൊടിയാത്ത കാരണം ഭയങ്കര ദേഷ്യമായിട്ടാണ്, മല്ലി പൊടിയാത്ത കാരണം. മല്ലി പൊടിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയിലിട്ടുകൊണ്ട് ആദ്യക്ക് അതിനാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ അതുകൊണ്ട് വെന്ത് വരുന്ന സമയത്ത് തേങ്ങ അരച്ചിങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ എളുപ്പമാണ്. ജീരകം ഇട്ട് കൊടുക്കുക, തേങ്ങയിൽ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അരച്ചിങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കഴിക്കാനൊരു രസം ഉണ്ടാവും. പച്ചരിയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോമ്പെടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ എന്നും ജീരകക്കഞ്ഞി ഉണ്ടാക്കും കേട്ടോ. അവിടെ ഉപ്പാക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും കുടിക്കുകയും ചെയ്യും. പിന്നെ മക്കളും ഇപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുടിക്കലുണ്ട്, ഇഷ്ടമാണ്. ഇവിടെ ഇക്കാക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. എല്ലാ പ്രാവശ്യം ഞാൻ മല്ലി ഇതുപോലെ കഴുകി ഉണക്കിക്കാണ്ട് പൊടിച്ച് വെക്കും. പൊടിച്ച് വെച്ചാൽ പിന്നെ നമ്മൾ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രാവശ്യം അത് ചെയ്തിട്ടില്ല. മറ്റുള്ളതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുങ്ങാണ്ട് പൊടിക്കാൻ നോക്കിയതാണ്. അപ്പോൾ അതാണെങ്കിലും കംപ്ലൈൻ്റ് ആയി. അപ്പോൾ കുറച്ച് നേരം പോന്നിട്ടുണ്ടെങ്കിൽ തേങ്ങ അരക്കുന്ന സമയത്ത് തന്നെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിക്കാണ്ട് വെള്ളം തിളപ്പിച്ചിക്കാണ്ട് അതിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ മല്ലിയും തേങ്ങയും കൂടി ആകുമ്പോൾ വേവൊന്നും പാകമായി കിട്ടില്ല. തേങ്ങ ആകുമ്പോൾ ഒന്നും കണ്ട് തുള്ളിയാൽ മതിയല്ലോ. അപ്പോൾ എന്നാലും വേണ്ടില്ല അങ്ങനെ അരക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എന്നാണെങ്കിലും ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ ഭയങ്കര ഒരു പൂതി, അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് കുറച്ച് മുരിങ്ങൻ്റെ ഇലയും മുരിങ്ങക്കായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മുത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ അത് മുരിങ്ങൻ്റെ ഇല താളിപ്പും പിന്നെ അതുപോലെ മുരിങ്ങക്കായും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ മുരിങ്ങക്കായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മോളിങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ഓരോന്ന് പാട്ടൊക്കെ പാടിയിട്ട് കളിക്കുകയാണ്.
പിന്നെ ഞാൻ മുരിങ്ങൻ്റെ ഇല ഇന്നലെ ഉണ്ടാക്കിയത് തേങ്ങയും പച്ചമുളകൊക്കെ ഒതുക്കിയിട്ട് ചമ്മന്തിയാക്കി ഇട്ടിട്ട് നല്ല രസം കഴിഞ്ഞിട്ട് ഇന്നലെ ചോറുക്ക്. അപ്പോൾ ഇന്ന് ഞാൻ സവാള വാട്ടിക്കാണ്ട് ഒന്നും കണ്ട് വാട്ടിയിരിക്കാൻ. അപ്പോൾ നല്ല രസമാണ് ഉണ്ടായി കഞ്ഞി കൂട്ടാൻ. അപ്പോൾ ഇന്ന് കഞ്ഞി ഉണ്ടാക്കുന്ന കാരണം ചോറൊന്നും ഉണ്ടാക്കണില്ല. ചോറോ കഞ്ഞി എന്തെങ്കിലുമൊക്കെ ഒന്ന് മതി കേട്ടോ. കാരണം നമ്മൾ നോമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളമല്ല കുടിക്കുക. അപ്പോൾ വെള്ളം നല്ലോണം എല്ലാവരും കുടിക്കുക. വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പും പല അസുഖങ്ങളായിട്ടുണ്ടാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം കുടിക്കുക. നോമ്പ് പറഞ്ഞിട്ട് അത്താഴം വരെ എന്ന് പറഞ്ഞ പോലെ നല്ല വെള്ളം കുടിക്കുന്നത് അത്രയും നല്ലതാണ്. പിന്നെ വെള്ളം കുടിക്കാതിരുന്നാൽ ഈ വെയിലും ചൂടൊക്കെയല്ലേ. അപ്പോൾ ഇന്നും അടുക്കളയ്ക്ക് വന്ന് അസറസ്കാരം കഴിഞ്ഞിട്ടാണ്. കൂടുതലൊന്നും ഉണ്ടാക്കാനില്ലല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് അസറസ്കരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉച്ചക്ക് കുറച്ച് നേരം അവിടെ കിടന്ന് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോളോട് ഞാൻ ഒരുപാട് പറഞ്ഞ് ഉറങ്ങാനിട്ട്. അപ്പോൾ ഓൾക്ക് ഉറക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓൾ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഓൾ ഓരോന്നിങ്ങനെ കാണിച്ചിട്ട് ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മോന് ജ്യൂസ് അടിച്ചിങ്ങാണ്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവന് പുറത്ത് കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എളുപ്പം ജ്യൂസ് അടിക്കൽ കഴിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ പണിയാണ് അത് തന്നെ. അപ്പോൾ അതെളുപ്പം ചെയ്ത് കണ്ട് പോയി. അപ്പോൾ ഇത് പച്ചരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരൊറ്റ വിസിലടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മൂടിയൊക്കെ ഞാൻ ആദ്യമൊക്കെ മോൾക്ക് കഞ്ഞി വെച്ചപ്പോൾ വെച്ച് തരുന്നിട്ട്. അപ്പോൾ അതൊന്നും കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇതിലെന്തെങ്കിലും പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കട്ടെ. അതിൻ്റെ മുമ്പത്തെ ഒരു കുക്കർ ഇതുപോലെ പൊട്ടിയതാണ്. പൊട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പൊന്തിങ്ങാണ്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇട്ട് വീണ് ആകെ അതിലുള്ള സാധനമൊക്കെ ചിന്നി ചിതറി പോയിട്ട്. അപ്പോൾ കുക്കർ വെക്കുമ്പോൾ നല്ല പേടിയാണ്. അപ്പോൾ ഇപ്പം എല്ലാം ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ എത്ര കഴുകിയാലും പേടിയാണ് കേട്ടോ. അത് ഊരിയിട്ടൊക്കെ ഇങ്ങനെ കഴുകി എടുത്തിട്ട് പിന്നെ ഊതിയിട്ടൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ മിക്സിൻ്റെ ജാറ്. അപ്പോൾ ഇതിപ്പോൾ പുതിയത് വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ അടി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി താണ്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നോമ്പിൻ്റെ തലേന്നാണ് ഇത് കൊടുക്കുന്നത്. കണ്ടില്ല, ഇതാണ് കേട്ടോ പോകുന്നത്. അവിടെ കുറേ ഇടാൻ നോക്കിയോ പറ്റണില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തേങ്ങയെല്ലാം ഇങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇനി മുരിങ്ങാക്കായും മുരിങ്ങൻ്റെ ഇലയും ഇത് നമുക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും അല്ല അതൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇറച്ചി മീനും അതും ഇതൊക്കെ എപ്പോഴും കിട്ടുന്നില്ല. മുരിങ്ങൻ്റെ ഇല അങ്ങനെ കിട്ടലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ നല്ല എതിർപ്പാണ്. അപ്പോൾ തേങ്ങയ്ക്ക് ജീരകവും പച്ചമുളകല്ല കേട്ടോ, ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തുങ്ങാണ്ട് അധികം മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടുങ്ങാണ്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സവാള അവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതാക്കുകയാണ്. മുരിങ്ങയില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കൽ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ജീരക കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം മല്ലിയും കൂടി ഇട്ട് കൊടുത്താൽ എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇടുന്നില്ല, കുടിക്കുന്ന സമയത്തായിട്ട് ഉപ്പ് ഇടുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണക്കൽ അതുപോലെ അച്ചാർ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കൽ പൊരിച്ചെടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ കോഴിമുട്ട പൊരിച്ചതോ എന്തെങ്കിലും കാട്ടോ അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ടിട്ട്. അപ്പോൾ എനിക്കൊരു പൂതിയിട്ട് ഉണക്കലിന് ചെറിയ മാന്തള ഉണക്കൽ കഴിക്കാൻ. അപ്പോൾ അതും കൂടി പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് തൂമിച്ചിങ്ങാണ്ട് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞിക്ക്. അതാണ് കേട്ടോ രസം. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിക്ക് ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് തൂമിച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതാ നമ്മളെ മുരിങ്ങയില അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള വാട്ടിക്കാണ്ട് അതിക്ക് വെളിച്ചെണ്ണയിലാണ് വാട്ടിയെടുത്തിട്ടുള്ളത്. അതിക്ക് മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇതിക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുത്താൽ മതി. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇലൻ്റെ ഒക്കെ കളറാണ് മാറിപ്പോവും. അപ്പോൾ ഈ ഇലൻ്റെ കളറ് മാറാതെ അങ്ങോട്ട് പച്ച കളർ തന്നെ ആയിട്ട് എടുക്കുമ്പോഴാണ് ഇതിന് നല്ല രുചി ഉണ്ടാവുള്ളൂ കേട്ടോ ഇലക്ക്. അപ്പോൾ ഇലൻ്റെ ടേസ്റ്റൊക്കെ പോവും നമ്മൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പച്ച പയറുണ്ടല്ലോ അതും ഇതുപോലെ ഈ മുരിങ്ങയിലൊക്കെ അങ്ങനെയാണ്. കൂടുതൽ നേരം വേവിച്ചെടുക്കരുത് കേട്ടോ. ഇത് അധികം വേവൊന്നുമില്ല. അതൊന്ന് മൂടിയിട്ടിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും. അപ്പോൾ അതൊക്കെ റെഡിയായതിൻ്റെ ശേഷം നമ്മൾ ചോമ്പത്തറൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് അടിച്ചതും ആപ്പിളും പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു, അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഞ്ഞിയൊക്കെ എടുത്തിട്ട് ഞാൻ ഉപ്പിട്ട് പാകമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കുറേ ആക്കി കൊടുക്കാൻ. അപ്പം മുരിങ്ങാലി അതുപോലെ അച്ചാറും ഉണക്കലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ എന്നും ഇങ്ങനെ എണ്ണക്കടിയും അതുമല്ല കഴിക്കുന്നത്. പിന്നെ നോമ്പറക്കുമ്പോൾ കുറേശ്ശെ കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ദോശയും ബീഫൊക്കെ കഴിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.